എങ്ങനെയാണ് പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് എലിജിബിൾ ആണോ, അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ അവർ ചോദിക്കാറുണ്ട്. സോ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ GCC കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുമ്പോൾ 2-3 വർഷമൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടാവും. അപ്പോൾ കോൺട്രാക്റ്റ് കഴിയാറായി, ഇനി അത് റിന്യൂ ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. ഹായ് എവരിവൺ. ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇന്ത്യൻ നഴ്സസ് കൂടുതലും വർക്ക് ചെയ്യുന്നത് ഗൾഫ് കൺട്രീസ് പോലെയുള്ള രാജ്യങ്ങളിലാണ്. ഇന്ത്യയിൽ നിന്ന് ക്വാളിഫിക്കേഷൻ എടുത്തതിന് ശേഷം ഗൾഫ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ RNI തുടരുന്ന ഒത്തിരി നഴ്സസ് നമുക്കിടയിലുണ്ട്. യുദ്ധമൊക്കെ പോലെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ കുറച്ച് അൺസർട്ടനിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. അതുവഴി ഒത്തിരി നഴ്സസിൻ്റെ ജോബിൻ്റെ ആണെങ്കിലും ബാക്കി ഫാമിലിയുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി നഴ്സസ്, ഗൾഫിൽ നിന്നുള്ള ഒത്തിരി നഴ്സസ് നമ്മളെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. എങ്ങനെയാണ് പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് എലിജിബിൾ ആണോ, അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ അവർ ചോദിക്കാറുണ്ട്. സോ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ GCC കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഓസ്ട്രേലിയ പോലുള്ള ഒരു കൺട്രിയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആ കൺട്രിയിലെ ലൈസൻസ് ആവശ്യമാണ്. നിങ്ങളിപ്പോൾ GCCയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും പണ്ട് ലൈസൻസ് വേണ്ടി വന്നിരുന്നില്ല. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ കൺട്രിയിലെയും ലൈസൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ അവിടെ വർക്കിന് കയറുക. അതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണമെങ്കിൽ APRA രജിസ്ട്രേഷൻ നിർബന്ധമാണ്. APRA, ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേറ്ററി ഏജൻസി, ഈ ഒരു ബോർഡാണ് ഓസ്ട്രേലിയയിലെ ലൈസൻസ് കൊടുക്കുന്നത്. നഴ്സസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ബാക്കി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനൊക്കെ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് APRA ആണ്. ഇവർക്ക് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഓസ്ട്രേലിയയുടെ കേസ് നോക്കുകയാണെങ്കിൽ ആ ഒരു കൺട്രിയിലേക്ക് ആകെ ഒരൊറ്റ ലൈസൻസ് മാത്രമാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ ഓരോ നഴ്സിംഗ് കൗൺസിൽ, ഓരോ സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് നഴ്സിംഗ് കൗൺസിൽസ് ഉണ്ടല്ലോ. ബട്ട് അങ്ങനെയല്ല, ഓസ്ട്രേലിയയിൽ ഒരൊറ്റ നഴ്സിംഗ് കൗൺസിലാണുള്ളത്. അതുപോലെ തന്നെ ഒരൊറ്റ ലൈസൻസും ആണുള്ളത്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. GCC കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിൻ്റെ മിക്കവരുടെയും ക്വാളിഫിക്കേഷൻ വരുന്നത് BSc അല്ലെങ്കിൽ GNM ആയിരിക്കും. സോ BSc ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓസ്ട്രേലിയൻ പ്രോസസ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. പോസ്റ്റ് BSc നഴ്സസ് എലിജിബിൾ ആണ്. മാസ്റ്റർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ എലിജിബിൾ ആണ്. ദെൻ GCAN, GDN, GCN തുടങ്ങിയ ഓസ്ട്രേലിയൻ്റെ കോളേജ് കൊടുത്തുകൊണ്ടിരുന്ന കോഴ്സസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത നഴ്സസ് ആണെങ്കിലും നിങ്ങൾ എലിജിബിൾ ആണ്. ബട്ട് GNM മാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ലൈസൻസ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് വേറൊരു പാർട്ടി ഉണ്ട്. ന്യൂസിലൻഡ് പ്രോസസ്സ് വഴി ഓസ്ട്രേലിയൻ ലൈസൻസ് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ എലിജിബിൾ ആയിട്ടുള്ള നഴ്സസിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ NCLEX എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം. ഇതൊരു തിയറി ബേസ്ഡ് എക്സാം ആണ്. നിങ്ങൾ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. ഒരു ദിവസത്തെ എക്സാമിനേഷനാണ്. നമുക്കത് നേരത്തെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പറ്റുന്ന ഡേറ്റ് നമ്മൾ നോക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡേറ്റ് അലോക്കേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. GCC കൺട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലീവൊക്കെ നേരത്തെ പറയേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു 3-4 മാസം മുമ്പൊക്കെ ഡേറ്റ് എടുത്ത് വെക്കാനും സാധിക്കും. ഇതിൻ്റെ കോച്ചിങ് അവൈലബിൾ ആണ്. വർക്ക് ചെയ്യുന്ന RMs ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ആ കോച്ചിങ് അറ്റൻഡ് ചെയ്ത് എക്സാമിനേഷനും ഡേറ്റും എടുത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ദിവസത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് ലീവിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. മിക്കവാറും നഴ്സസ് ചെയ്യുന്നത് 1-2 ദിവസത്തെ ലീവ് എടുത്തതിന് ശേഷം സെൻറ്റർ വരുന്നത് ബാംഗ്ലൂരോ ചെന്നൈ, ഹൈദരാബാദൊക്കെ ആയിരിക്കും. അപ്പം നാട്ടിൽ വരാതെ അവർ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് അവരുടെ ജോബ് പ്ലേസിലേക്ക് തന്നെ പോകുകയാണ് ചെയ്യാറ്. ചില നഴ്സസ് ആനുവൽ ലീവ് നോക്കിയിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നവരും ഉണ്ട്. അതെങ്ങനെയാണോ കാൻഡിഡേറ്റിൻ്റെ ഇഷ്ടം അതനുസരിച്ചിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വൺസ് NCLEX എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം OSCE പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓസ്ട്രേലിയയിൽ പോയി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് അത്യാവശ്യം ലീവ് വേണ്ടി വരുന്നത്. പല നഴ്സസും ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ലീവ് കൊടുക്കാറുണ്ട്. ചില കേസിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനാണെന്ന് പറയാറില്ല. അതല്ലാതെ എമർജൻസി ലീവോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അതല്ലാതെ മറ്റ് പല ഹോസ്പിറ്റൽസും ലീവ് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. യൂണിറ്റ് മാനേജറുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയറുടെ അടുത്തോ പറഞ്ഞിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് തന്നെയാണെന്ന്
ജെന്യുവൻ ആയിട്ടുള്ള റീസൺ പറഞ്ഞിട്ട് ലീവ് എടുക്കുന്ന നഴ്സസും നമുക്കിടയിലുണ്ട്. സോ അത് നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയുകയോ അതല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ലീവ് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഏകദേശം 2 മുതൽ 4 ആഴ്ച വരെ ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അതൊരു ലോങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ലോങ് ലീവ് വേണം എന്ന് നമ്മൾ പറയുന്നത്. അത് ആനുവൽ ലീവ് കിട്ടുവാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് എന്നാലും ഈ ഓസ്കി എക്സാമിനേഷൻ്റെ ഡേറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് ആപ്ര തന്നെയാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ആ ഡേറ്റ് കിട്ടുവാണെങ്കിൽ ആ ഡേറ്റ് അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ആയിട്ടുള്ള റൈറ്റ് നമുക്കുണ്ട്. നിങ്ങൾക്ക് ആ ഡേറ്റ് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിക്വസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടും സാധിക്കും. സോ ഡേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലീവ്, ഇത്രയും ദിവസത്തെ ലീവ് വേണ്ടി വരും. ഓൺലൈൻ കോച്ചിങ്ങും പ്രാക്ടിക്കൽ സെഷൻ്റെ ഫേസ് ടു ഫേസ് കോച്ചിങ്ങും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ അവിടുത്തെ RNs ആണ് നമ്മുടെ കോച്ചിങ് എടുക്കുന്നത് ഓസ്കിക്ക് വേണ്ടിയിട്ടുള്ളത്. സോ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും അക്കോമഡേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഡെസ്മ ഇൻ്റർനാഷണൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൺസ് ഓസ്കി എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വരേണ്ടതാണ്. കാരണം വിസിറ്റ് വിസ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ കുറച്ച് നാളത്തെ സ്റ്റേ ആയിരിക്കും പറ്റുക. അതുപോലെ തന്നെ വർക്ക് ചെയ്യാനായിട്ടും സാധിക്കില്ല. സോ നിങ്ങൾ അവിടെ നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് പോവുക, വർക്ക് കണ്ടിന്യൂ ചെയ്യുക. റിസൾട്ട് വരാനായിട്ട് ഒരു 2-3 മന്ത്സ് എടുക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് എടുത്താലും മതിയാവും. ഓസ്ട്രേലിയ പുതിയതായിട്ട് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കാം. ഓൾറെഡി അതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. ചില മൊഡ്യൂൾസിന് കൂട്ടിയിട്ടുണ്ട്, എന്നാൽ ടഫായിട്ടുള്ള മൊഡ്യൂൾസിന് ആപ്ര നന്നായിട്ട് സ്കോർ കുറച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്കോറാണ്. PTO IELTS OET ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. ആ ഒരു ഗ്യാപ്പ്, അതായത് റിസൾട്ട് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ സ്കോർ എടുക്കുക. അതിനുശേഷം ഓസ്ട്രേലിയൻ്റെ ഫൈനൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, ലൈസൻസ് കിട്ടും. പിന്നെ പല നഴ്സസും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുമ്പോൾ 2-3 വർഷമൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടാകും. അപ്പോൾ കോൺട്രാക്റ്റ് കഴിയാറായി, ഇനി അത് റിന്യൂ ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ നിങ്ങളത് റിന്യൂ ചെയ്തോളൂ. ഒരു ജോബ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ PR കിട്ടിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ജോബ് ക്വിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ ഡെസ്മ ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റിൻ്റെ ജോബ് ക്വിറ്റ് ചെയ്യാനോ റിസൈൻ ചെയ്യാനോ ഒന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. സോ ഇതാണ് പ്രൊസീജിയർ. ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആക്കാനായിട്ടും സാധിക്കും. കാരണം ഓസ്ട്രേലിയ പോലുള്ള ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് മൈഗ്രേഷൻ അധികം നടക്കുന്നില്ല എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. സോ അത്രയും ബെസ്റ്റായിട്ട് ഉള്ളൊരു കൺട്രിയാണ്. സോ ഓസ്ട്രേലിയൻ പ്രോസസ്സോ ന്യൂസിലൻഡ് പ്രോസസ്സോ ചെയ്യാൻ താല്പര്യമുള്ള നഴ്സസ് ആണെങ്കിൽ ഡെസ്മ ഇൻ്റർനാഷണലിനെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ ഒരു Q&A സെഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് GCC കൺട്രീസിലുള്ള നഴ്സസ് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ലീവിൻ്റെ കാര്യങ്ങൾ. സോ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു Q&A ഉടനെ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.